ഞങ്ങളാരും സിനിമയിലില്ല, അവരുടെ തോട്ടിൽ മാത്രമേ ഞങ്ങളുള്ളൂ. ഇക്കടെ ക്യാരക്ടർ ഒരു ജേർണലിസ്റ്റിന്റെ ക്യാരക്ടർ അല്ല, ഈ ചേട്ടനാ വിളിക്കുന്നേ, അത് ചേട്ടൻ ഇക്ക. നല്ല ഫുഡ് സീ ഫുഡാണ്. അപ്പൊ ഇതിങ്ങനെ ഇരിക്കണ്ട, അപ്പൊ ഇതൊന്നും ആസ്വദിച്ച് കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ എണീക്കുക, അതിനെ പറ്റിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ ചിന്തിച്ചിട്ടിങ്ങനെ ഹക്കീമിനോ അപ്പൊ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയോ? അമ്മച്ചിക്ക് പാമ്പിനെ പേടിയൊക്കെ കൊള്ളിത് ടി വി കണ്ടാൽ പോലും ഇങ്ങനെ എഴുതുന്ന കാണുമ്പോ ഏതാണ്ട് പോലെ. പക്ഷെ അവിടുന്ന് കാറി ഒറ്റ ഓട്ടോ ഓടിയിട്ട്, പക്ഷെ അത് എനിക്ക് ഇന്നേ ഒരു ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണത്. കാറി അവിടുന്ന് ഓടി ബെഡ്റൂമിൽ ചെന്നിട്ട് ബോധം കിട്ടും. എനിക്ക് അതിന്റെ ഒരു പ്രോസസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു പൊളച്ച് വെച്ച് അമ്മച്ചതേ പാമ്പെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഘട്ട ഒരു ചേസാണ്. ഞാൻ റബ്ബർ തോട്ടത്തിൽ കൊടുക്കുന്നു, എന്റെ പുറകെ വാദ്യം കൊണ്ട് കൊടുക്കും. ഞാൻ ഒരു മാടി ചാടുമ്പോ പുള്ളി 2 മാടി ചാടി അടിച്ചടിച്ചടിച്ചടിച്ച് പറപ്പിച്ചു. ജിത്തു സാറിന്റെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ ഒരു പേടി, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവൂല്ലോ ഇത്ര വലിയൊരു ഡയറക്ടറിന്റെ കൂടെ എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല, ഭയങ്കര പാവം ചിൽ മനുഷ്യനാണ്. അപ്പൊ ഈ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത ഈ 2 കൈയാണ്. ഇത് എന്ത് ചെയ്യും, എവിടെ വെക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോയാൽ തീർന്നു. പിന്നെ കോൺഷ്യസ് ആണ് നമ്മൾ. ഫുൾ മറ്റേ മസിൽ പിടിച്ച് നിൽക്കണം. ഇത് പോക്കറ്റ്, അതാണ് ഈ പോക്കറ്റിൽ ഇട്ടുന്നത്, കൈ കെട്ടി നിൽക്കുന്നത്, ബാക്കി കെട്ടുന്നത്. ഇത് 3 ബാറ്റ് ചെയ്ത് കളയണം. അതുകൊണ്ടാണ് ഞാൻ ഇരുന്നിട്ട് ഈ ഉറുമ്പില് വൈറ്റമിൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കഴിക്കണ പോലെ കാണിച്ച് ഞാൻ തിരിഞ്ഞിട്ട് വെള്ളസാരി കൊടുത്ത്. ഹായ്, ഹലോ, ഞാൻ നീതു കൃഷ്ണ. ജിഞ്ചർ മീഡിയ പ്രസൻസ് കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിരാഷ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഇന്നുള്ളത് അപർണ ബാലമുരളി, ആസിഫ് അലി, ജീതു ജോസഫ് ആൻഡ് ഹക്കീം ഷാജഹാൻ. മിറാഷിന്റെ ടൈറ്റിലായിട്ട് പറയുന്നത് ഫേറ്റ്സ് ആസ് ഇറ്റ് ഗെറ്റ് ക്ലോസർ എന്നാണ്. അതായത് അടുക്കും തോറും മങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒന്ന്. അങ്ങനെ എന്താണ് ഈ സിനിമയിലുള്ളത്? ആ സ്വഭാവമാണ് ഈ സിനിമയുടെ ഇത്. എന്താ പറയാ, ഇതിനകത്ത് ചില ക്യാരക്ടേഴ്സ്, ബേസിക്കലി ഇതിനകത്ത് അപർണയുടെ ക്യാരക്ടർ ഷീസ് ലുക്കിംഗ് ഫോർ സം ആൻസേഴ്സ്. അപ്പൊ അതിന്റെ കൂടെ കൊളീഗായിട്ട് വർക്ക് ചെയ്യുന്ന ഹന്നയുടെ ക്യാരക്ടറുണ്ട്, ഹക്കീമിന്റെ ക്യാരക്ടറുണ്ട്. പക്ഷെ വേറൊരു ക്യാരക്ടറായിട്ട് ആസിഫും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ ആ ജേർണിയിൽ ഇവരിങ്ങനെ പോകുമ്പോൾ ഇവർ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഓക്കെ, ഇതാണ് പ്രശ്നം എന്ന് കരുതി അടുത്തേക്ക് ചെല്ലുമ്പോൾ അതല്ല പ്രശ്നം. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബേസിക്കലി അതിന്റെ ഒരു മിറാഷ് സ്വഭാവം ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ അതിനെ പേരിട്ടത്. ഇതിനെപ്പറ്റി വായിക്കാൻ നോക്കിയപ്പോ അതിൽ സൈക്കോളജിക്കൽ എലമെന്റും കൂടെ ഉണ്ട് എന്ന് കേട്ടു. അങ്ങനെ ഉണ്ടോ? ഇതേ പേരില് ഒരു സ്പാനിഷ് സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആരാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ റീമേക്ക് ആണ്. ഇനി അതിനകത്ത് വല്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഇന്നത്തെ ഒരു ഡെവലപ്മെന്റ് അതാണ്. ഞാൻ ഇന്നലെ വായിച്ചപ്പോ അതാ കണ്ടത്. എല്ലാ ദിവസവും ഒരു പുതിയ കാര്യമുണ്ട്. ഞങ്ങളാരും സിനിമയിലില്ല, അവരുടെ തോട്ടിൽ മാത്രമേ ഞങ്ങളുള്ളൂ. അതെയോ? ആസിഫിക്കനോട് ഒരു കുഞ്ഞു കുട്ടിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ലൈക്ക് എനിക്കൊരു വീഡിയോ ഉണ്ട്, ഞാൻ കാണിക്കട്ടെ. ആഭ്യന്തര കുറ്റവാളിയില് ആസിഫിക്കയുടെ കൂടെ ഉണ്ടായിരുന്നു മിമ്മുവാ. ഞങ്ങളെ കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം അതോ വലിയവരോട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം? കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് പറയണേ. ഓക്കെ ആസിഫലി അങ്കിൾ, ഓൾ ദ ബെസ്റ്റ് ഫോർ ദ മൂവി മിറാഷ്. ബൈ. ഇന്നലെ എന്റെ കൂടെ ഉണ്ടായ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ നാളെ ആസിഫിക്കയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോവാം, മിറാഷാണ് മൂവി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാൻ എന്താന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. എനിക്ക് ഇഷ്ടമാണ്. കുത്തി മറിഞ്ഞ് ഇപ്പം എന്റെ വീട്ടില് ഇന്നലെ എന്റെ കസിൻസിന്റെ കുട്ടികളൊക്കെ വന്നിട്ട് വീട് നിറയെ ഒരു 7 കുട്ടികളുണ്ട്. ഫ്ലാറ്റ് നിറയെ കുട്ടികളാണ് നിൽക്കുന്നത്. അപ്പൊ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോ ഫുൾ വലിച്ച് വാരി ഇട്ടിട്ട്, അതായത് ഇന്ന് വിട്ടേരെ ഇനിയിപ്പോ നാളെ നോക്കാന്നുള്ള രീതിയിലാണ് വീട് കിടക്കുന്നത്. അതിന്റെ ഒരു എനർജി തന്നെ വേറെയാണ്. ഇവരുടെ കൂടെ ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ ഒരു കല്യാണ സീക്വൻസ് എടുക്കുമ്പോ ഇപ്പൊ ഒരു വലിയ ഡിസ്കവറി വന്നില്ല. ഒരു പൂ കഴിക്കുന്ന വിഷമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് അരളിപ്പൂ. അതായത് ഈ കല്യാണ മാലയിലൊക്കെ ഉണ്ട്.
മാല കിട്ടുമ്പോ ഒക്കെ ഇപ്പൊ അത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് കഴിച്ചിട്ട് ഒരാൾ മരിക്കുകയൊക്കെ അതൊരു സ്ത്രീ ചെയ്തിട്ടുണ്ട്. നിന്ന് ഇങ്ങനെ അറിയാണ്ട് ചവച്ചിരുന്നിട്ട് ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ആയിരുന്നു. ഞാൻ ഇവരുണ്ട്, ഈ കുട്ടിയുണ്ട്, ഇതിന്റെ കൂടെ 2 ട്വിൻസും ഉണ്ട്. അപ്പൊ ഇവർ എന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ പൂ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നുണ്ട്. അതിലൊരു കുട്ടി ചോറ് വാരി തന്നെ ഈ പൂ വാരി എന്റെ ഞാൻ ഇതിങ്ങനെ നിക്കുമ്പത്തേക്കും നീരജ് ചേച്ചി വന്നിട്ട് കൈ തട്ടിട്ട് പറഞ്ഞു, എന്തേ കാണിക്കണേ, അത് കഴിക്കരുത്. പ്രേമി കയറിയത് ഞാൻ എന്തായിരുന്നത്? ആഭ്യന്തര കുറ്റവാളി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഇതാ ചേട്ടാ ഈ പൂവൊക്കെ ചവയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഞാൻ പുല്ലൊക്കെ എടുത്ത് ചവച്ചിട്ടുണ്ട്. നമ്മളെ ഈ ഫോണൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ അതുപോലെ ഇപ്പൊ ഇതേപോലെ എന്തെങ്കിലും വെരാഷി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒരു സീരിയസ് ടൈപ്പ് ഓഫ് മൂവിയാണ്. പക്ഷെ എന്നാലും സിനിമ മാത്രമേ സീരിയസ്നെസ് ഉള്ളൂ. അഭിനയിക്കുന്നവരെല്ലാം കോമാളികളാണ്. എനിക്ക് ചിരി തുടങ്ങിയ പിന്നെ നിർത്താൻ അയ്യോ ചുമ്മാ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സാധനം ക്രൂ ഇങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്യണം ഇതൊന്ന് സബ്സൈഡ് ചെയ്യാനായിട്ട്. 2 ആഴ്ച കാലൊടിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നു, ചിരി നിർത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കാലൊടിച്ച് അത് ഞാനും ജിച്ചേട്ടനും കൂടെ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടിന്റെ വീട്ടില് ഡിന്നറിന് ഇരിക്കുവാണ്. ഡിന്നറിന് ഇരിക്കും. നമ്മളൊരു 10 മണിക്ക് വൈൻഡപ്പ് ചെയ്ത് പുള്ളിയുണ്ട്. ശരിയാ. അപ്പൊ ഞങ്ങളല്ലേ സമയമുണ്ട്. ഞങ്ങളെല്ലാരും കൂടെ പോയി 10 മണിക്ക് ഡിന്നർ പരിപാടി വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് ഹോട്ടലിൽ പോയി കിടക്കണം. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് 7:30 ആണ് നമുക്ക് വേക്കപ്പ് കോള്. അപ്പൊ ഈ ഒരു പ്ലാനിൽ നിൽക്കുന്നത്. അപ്പൊ ഈ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഫുഡ്, കാലിക്കറ്റ് ആണ്, നല്ല ഫുഡ്, സീ ഫുഡാണ്. അപ്പൊ ഇതിങ്ങനെ ഇരിക്കണം. അപ്പൊ ഇതൊന്നും ആസ്വദിച്ച് കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ എണീക്കാം. അതിനെ പറ്റിട്ടൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ ചിന്തിച്ചിട്ടിങ്ങനെ ഹക്കിമിനോ. അപ്പൊ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയോ? അതിന് ചേട്ടൻ വന്നിട്ട് മറ്റേ ആ പാവ അവന്റെ കാല് പൊട്ടലുണ്ടടാ, അപ്പൊ അത് പ്ലാസ്റ്റർ ഇടണം. അപ്പൊ എന്ത് ചെയ്യും, 1 ആഴ്ച ബ്രേക്ക് ചെയ്യേണ്ടി വരും ഞാൻ. ഓക്കേ കുറച്ചും കൂടെ കറിയിടും. ഞങ്ങളതിന് 12 മണി വരെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നാളെ ഷൂട്ടില്ല. പക്ഷെ ഈ സ്കെഡ്യൂളിന്റെ ഇടയിൽ എങ്ങനെ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാം? എനിക്കിപ്പോ ചെറിയ ഷൂട്ട് കിട്ടുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ അയ്യോ ഇതൊക്കെ സ്കെഡ്യൂൾ ഇങ്ങനെ എനിക്കിപ്പോ ഞാൻ ഈ ടിക്കറ്റ് ആക്കാൻ പറയുന്ന ഒരു ഫിലിം ചെയ്തോണ്ടിരിക്കണ്ട. അതിനു വേണ്ടി മാത്രം ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടില്ല. കാര്യം ലൈഫിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്യണം. ഇപ്പൊ ഹക്കീമൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈഫിൽ ഒരു പ്രാവശ്യം നമുക്ക് ആംബിയർ ഉള്ളപ്പോ ഇതൊന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത് വേണം. ആ ഫിലിം ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എഫേർട്ട് ഇടുന്നത്. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഞാൻ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റുന്നതും ഒക്കെ നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞു. ഇനി ഇതിന്റെ അകത്തൊരു ഡിസിപ്ലിൻ കൊണ്ടുവരണം, കുറച്ചും കൂടെ ഒക്കെ അല്ലേ. ചെറിയ പിള്ളേരായിട്ട് പിടിച്ചു നിൽക്കാറുണ്ട്. ഞാനൊരു ദുബായിലൊരു ഫോട്ടോ കണ്ടിരുന്നു ആസിഫയുടെ. മറ്റേ ഒരു ടോപ്പ് പാന്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൊരു കണ്ട ആളെ മനസ്സിലാവില്ല, ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഞാൻ പറഞ്ഞു ഇവന് പുറത്ത് ആസിഫ് എന്ന് വിളിക്കണം കേട്ടോ, ഇന്റർവ്യൂല് ആസിഫാന്ന് എന്റെ കസിൻ ചേച്ചിയുടെ കൂടെ പഠിച്ചതുകൊണ്ട് മാത്രം റെസ്പെക്ട്. കസിൻ ചേച്ചി 20 ദിവസത്തെ വ്യത്യാസമുള്ളൂ തീർച്ചയായിട്ടും. ഇത് എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി ചോദിക്കാനുള്ള ചോദ്യം. അപ്പൊ ആദ്യം ആങ്കർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പത്തെ ഒരു ആങ്കറിംഗ് രീതി ഭയങ്കര വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആസിഫിക്കയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു ഇന്റർവ്യൂസ് എന്ന് പലപ്പോഴും തോന്നുന്ന പല സാഹചര്യങ്ങളും ഈ ഒരു ജേർണിയിൽ ഉണ്ടായിട്ടുണ്ട്. ആസിഫിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ കൊള്ളാമെന്ന് തോന്നുന്ന രീതി എന്താണ്? എനിക്ക് എപ്പോഴും കോൺവെർസേഷൻസ് ഇൻട്രസ്റ്റിംഗ് ആവുക എന്നുള്ളതാണ്. ഈ ചില ആളുകള് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇവരൊരു തോട്ട് പോകും, അടുത്തത് എന്ത് ചോദിക്കണം എന്നുള്ളത്. അത് ഭയങ്കര എവിഡന്റ് ആയിരിക്കും ചില സമയത്ത് മുഖത്ത്. ചില ആൾക്കാര് ഈ എന്ന് പറഞ്ഞിട്ട് അല്ല അതല്ല ഞാൻ പറയാം. പക്ഷെ അല്ല സംസാരിക്കുമ്പോ ഞാൻ പ്രിഫർ ചെയ്യുന്ന കാര്യം പറഞ്ഞത് എനിക്ക് അങ്ങനെ ആയിരിക്കണം. കാര്യം നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് നമ്മൾ പറയുന്നതിന്റെ അകത്ത് നിന്ന് കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ഓർഗാനിക് ആയിരിക്കും, ഭയങ്കര ലൈവ് ആയിരിക്കും. അതാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനങ്ങനെ ഒത്തിരി ഇന്റർവ്യൂസ് എടുത്തില്ല. എനിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് മൊത്തം ക്യാമ്പസ് ഇന്ററാക്ഷൻസ് ആയിരുന്നു. അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കാര്യം നമ്മളൊരു കോളേജിലേക്ക് ഇപ്പം അന്ന് ആങ്കറായിട്ട് പോകുമ്പോഴും ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴും നമ്മളൊരു ഫോറിൻ ബോഡിയാണ്, നമുക്ക് എഗെയിൻസ്റ്റ് ആണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. നമുക്കിട്ട് എങ്ങനെ പണി തരാം എന്നുള്ളതായിരിക്കും. പക്ഷെ ആ ഒരു സ്ട്രഗിള് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ബേസിക്കലി എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. ഞാൻ അങ്ങനെ സ്റ്റേജിലൊന്നും കയറി പാർട്ടിസിപ്പേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ എനിക്ക് ഇൻഹിബിഷൻസ് കുറച്ച്
കളയണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം ആങ്കർ ആണ്. തൊലിക്കട്ടിയിലായിരുന്നു പണ്ടത്തെ ആങ്കേഴ്സ് ജീവിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ ഈ ആങ്കറിങ്ങിനെ പറ്റി പറഞ്ഞ പോലെ നമ്മൾ ഓഡീഷൻസ് എപ്പോഴും പേഴ്സണലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പുറമെ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യമേ സ്ക്രിപ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ ലുക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, നമ്മളടുത്ത് പറയും ഇന്ന ഏജ് കാറ്റഗറി ആണ്, ഇന്ന ലുക്ക് ഇടാനും വരേണ്ടത് എന്നുള്ളത്. പക്ഷെ ഇവിടെ പൊതുവെ ഞാൻ മോസ്റ്റ്ലി കേട്ടിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും പറയണ ആദ്യമേ നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ ഈ ഇടയ്ക്ക് സിബി സാറിന്റെ 40 years സെലിബ്രേഷന്റെ ഇടയ്ക്ക് ലാലേട്ടൻ പറയണ്ടായി ഓഡീഷന് ഫസ്റ്റ് വന്ന സമയത്ത് 100-ൽ 2 മാർക്കാണ് സിബി സാർ ഇട്ടത് എന്നുള്ളത്. അപ്പോൾ ലാലേട്ടനെ പോലെ മലയാളികളും ഇന്ത്യയും അഭിമാനിക്കുന്ന ഒരു നടൻ ചിലപ്പോൾ ആ ഒരു 2 മാർക്കിൽ ചിലപ്പോൾ ഇല്ലാണ്ടായി പോവാമായിരുന്നു. അപ്പൊ സാർക്ക് ഓഡീഷൻസ് എടുക്കുമ്പോൾ ഏത് രീതിയാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത്? ഇപ്പൊ ഞാൻ അങ്ങനെ ഒത്തിരി ഓഡീഷൻസ് ചെയ്യാറില്ല. ചെയ്തിട്ടുള്ള സമയത്തൊക്കെ ഞാൻ കൂടുതലും നമ്മൾ ആ സീനിന്റെ ആ ക്യാരക്ടറിനും വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പരിപാടികളാണ് കൂടുതലും ചെയ്യിക്കുന്നത്. പിന്നെ മൊത്തത്തില് നമ്മളുമായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഇവരുടെ ഒരു മാനറിസംസും ഇതും നോക്കും. ഈ ഒത്തിരി ആർട്ടിസ്റ്റ് പറയുന്ന ഒരു പുതിയതായിട്ട് വരുമ്പോ ഇതുണ്ട്. ഈയിടെ ഒരു സീനിയർ എന്ന് വെച്ചാൽ ഇച്ചിരി ഒത്തിരി വലിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോൺ ആർട്ടിസ്റ്റ് ആണ്, കുറെ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രി നിൽക്കുന്നത്. ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന പുള്ളി ഇങ്ങനെ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അല്ല ഇവിടെ നിന്നിങ്ങനെ പറയണം. ഞാൻ നിന്ന് പറഞ്ഞാൽ മതിയെന്ന്. അല്ല അപ്പൊ എനിക്കൊന്നും ചെയ്യാനില്ല, കയ്യോ. അപ്പൊ ഞാൻ പുള്ളി എന്താ അങ്ങനെ ചിന്തിക്കുന്നേ? നമ്മളിപ്പോ ഞാനിവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോ എന്റെ കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെയൊക്കെ പോവായിരിക്കും. അതങ്ങ് ബിഹേവ് ചെയ്തങ്ങ് പോയാൽ മതി. പക്ഷെ കൺസേൺഡ് ആവുകയാണ്, ഞാൻ എന്റെ കൈ ഇങ്ങനെ വെക്കണോ ഇങ്ങനെയാണോ. അപ്പൊ ആ ആക്ടർ എന്നോട് ഇങ്ങനെ അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇത്രയും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള പുള്ളിക്ക് അത് പറ്റുന്നില്ല. ഈസ് നോട്ട് യൂസ്ഡ് അങ്ങനത്തെ ഇതില്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഒരു കണ്ണാടി എടുത്തിട്ട് അതിന്റെ ഇടയ്ക്ക് ആ കണ്ണാടി ഒന്ന് തിരുമോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടു എന്ന് പറഞ്ഞു. കാരണം അയാൾക്കത് ആവശ്യമാണ് ഇത് ചെയ്യാനായിട്ട്. ഇപ്പൊ ലാൽ സാറിന്റെ ഒക്കെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ ആ കയ്യും അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ പോയി. അതിനകത്ത് ഉഗ്രനൊരു പാർട്ടിയാണ് നമ്മുടെ കമൽ സാറ്. പുള്ളി ഒരു ആക്ടിവിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വരും. പുള്ളി അതിന്റെ ചന്തി ചോദിക്കും. അപ്പം അങ്ങനെ പുള്ളി അതിനെ നാച്ചുറൽ ആക്കി അതങ്ങ് കൊണ്ടുപോവാണ്. അപ്പൊ ഞാനെപ്പോഴും പുതിയ ഒരാൾ അഭിനയിക്കാൻ വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അടിപൊളി ഒന്ന് നോക്കും എന്തൊക്കെ ജസ്റ്റേഴ്സ് പുള്ളിക്കുള്ളത്. എന്നിട്ട് നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് സീന്ന് പറയുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ ഈ ജസ്റ്റേഴ്സ് മുഴുവൻ പോയി. പിന്നെ പുള്ളി ആ ക്യാരക്ടറിന് വേണ്ടി മസിൽ പിടിച്ചിരിക്കുക. അപ്പൊ ഞാൻ 1-2 തവണ പറഞ്ഞു കൊടുത്തു, അങ്ങനെ ചെയ്യല്ലേ. നിങ്ങൾ പറയുമ്പോ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് പറയുമ്പോ എന്റെ കൈ ഇങ്ങനെയായി. അത് അങ്ങനെ വന്നോട്ടെ, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ അങ്ങ് ഫ്രീ ആക്കി വിട് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പറഞ്ഞാലും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ എളുപ്പം. അപ്പുറത്ത് വന്ന് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുടെ ഞാനതാ പറയാൻ വന്നത്. ഇത് ഈ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത ഈ 2 കൈയാണ്. ഇത് എന്ത് ചെയ്യും, എവിടെ വെക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോയാൽ തീർന്നു. പിന്നെ കോൺഷ്യസ് ആണ് നമ്മൾ. ഫുൾ മറ്റേ മസിൽ പിടിച്ച് നിൽക്കണം. ഇത് പോക്കറ്റ്, അതാണ് ഈ പോക്കറ്റിൽ ഇടുന്നത്, കൈ കെട്ടി നിൽക്കുന്നത്, ബാക്കിൽ കെട്ടുന്നത്. ഇത് 3 ബാൻ ചെയ്ത് കളയണം. അതുകൊണ്ടാണ് ഇപ്പൊ ഹക്കീമിനെ സംബന്ധിച്ച് ഒരുപാട് ഓഡീഷൻസ് പോയിട്ടുണ്ടാവും. ലൈക്ക് AD ആയിട്ട് വന്നു, പിന്നെ ക്യാരക്ടർ റോൾസ് ചെയ്തു. ഹക്കീം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്പേസ് എന്താണ് പേഴ്സണലി ഇൻ കമ്മിങ് ഇയേഴ്സ്? പ്ലസ് ഏതെങ്കിലും ഓഡീഷൻ എക്സ്പീരിയൻസ് ഉണ്ടോ ഇതേപോലെ ഷെയർ ചെയ്യാൻ? ലൈക്ക് ബിഗിനിങ് സമയത്ത് സൂപ്പർ സ്റ്റാർ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഹക്കീം അതിനുള്ള സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ഞാനതെല്ലാം എടുത്തിരിക്കുന്നേ. സാറ് വന്നപ്പോ തന്നെ വിളിച്ചിരുത്തി, ഹക്കീം ഇവിടെ വന്നിരിക്കും. അത് ആലോചിക്കാനാ. അല്ല ഇത് പറഞ്ഞുകൊണ്ടിപ്പോ ഈ ഓഡിഷൻ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഓഡിഷൻസ് എടുത്തിട്ടുമുണ്ട്. അപ്പൊ ഈ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് ഡെലിവറി ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഇപ്പുറ സൈഡിൽ വന്നിട്ട് നമ്മൾ ഓഡിഷൻ എടുത്ത സമയത്ത് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ട്രൂത്ത്ഫുൾ ആണ് ആ ഗിവൺ സിറ്റുവേഷനിൽ എന്നുള്ളതാണ് ഓഡിഷൻ എടുക്കാതിരിക്കുന്നവർ നോക്കുന്നത്. രണ്ടാമത് എത്രത്തോളം പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്, അതായത് എങ്ങനെ ഇംപ്രൂവൈസ് ചെയ്യാൻ അറിയാം ഇയാൾക്ക്. പെട്ടെന്ന് ഓഡിഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് അയാൾ അതല്ല അവിടെ നിന്ന് വേറൊരു പരിപാടി സിറ്റുവേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ അയാൾ അതെങ്ങനെ ഓവർകം ചെയ്യുന്നു, പെട്ടെന്ന് അയാളുടെ ഇംപ്രൂവൈസേഷൻ സ്കില്ല് അളക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഓഡിഷൻ്റെ ചെയ്യുന്ന സമയത്ത് നമുക്കത് അറിയില്ലായിരുന്നു. ഇവിടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയാണ് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്ന ഒരു നല്ലൊരു നടനാവാൻ ശ്രമിക്കുക എന്നുള്ളൂ, അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. ഹക്കീമിന്റെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ ദാറ്റ് ഓക്കെ ദിസ് മൊമെന്റ് ഒരു ഭയങ്കര മീനിങ് ഉണ്ടാക്കിയ ഒരു മൊമെന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓഡിഷൻസ് ഇപ്പോഴും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഐ മീൻ ഓഡിഷൻ എന്നുള്ള രീതിയിലല്ല, സ്ക്രീൻ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ. റീസെൻ്റ്ലി ഞാനൊരു തമിഴ് പടത്തിന്
എന്നെ 4 പ്രാവശ്യം അവർ വിളിച്ചു. 4 പ്രാവശ്യം വിളിച്ചു. അതേതാന്നോട് പറയുന്നത് ഇരിക്കട്ടെ. പറയൂ, ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് അല്ല, അപ്പൊ ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തില്ല. അപ്പൊ തമിഴ് ഷൂട്ട് കഴിയുമ്പോ പറയാം. അതെ. അപ്പൊ 4 പ്രാവശ്യം വിളിച്ചു. അപ്പൊ ഒരു 4 പ്രാവശ്യം നോക്കിയത് ഇതിന്റെ മെയിൻ വില്ലൻ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അവർ നോക്കിയത്. അപ്പൊ ഒരു പ്രണയവിലാസം കണ്ടു, ഒരു സ്വർഗവാസിലും കണ്ടു, കടസിൽ ബിരിയാണി കണ്ടു. അപ്പോൾ അവർക്ക് ഇതെല്ലാം ക്ലബ് ചെയ്ത് ഒരു 50 ഇയേഴ്സിൽ 50 വർഷത്തിൽ ഒരാള് വില്ലനായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. പക്ഷേ ഞാൻ പറഞ്ഞത് പാസ്റ്റ് കാണിക്കുന്നില്ല. അതായത് എൻ്റെ ആക്ച്വൽ ഏജ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 50 ചെയ്താൽ കുറച്ച് കൺവീനിയൻ്റ് ആണ്. പക്ഷേ ഈ ആൾക്കാർ ഞാൻ ത്രൂ ഔട്ട് 50 വയസ്സുകാരായിട്ട് അഭിനയിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കില്ല എന്തിൻ്റെ സുഖമായിട്ടുണ്ട്, എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ 50 വയസ്സായിട്ടുള്ള നല്ല പെർഫോമേഴ്സ്, അവരെ വെച്ചുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അത് എത്രത്തോളം നോക്കിയിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. അവസാനം ഇപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല മച്ചനെ, നീ ആ മെയിൻ വില്ലന്റെ അനിയനാവോ, അങ്ങനെ ഓക്കെ പറഞ്ഞിരിക്കും. മിറാഷിനെ ബേസ് ചെയ്തിട്ട് ഒരു 3 ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചു. മിറാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടലാണല്ലോ, നമ്മൾ അവിടെ എത്തുമ്പോഴാണ് അതില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ആസ് എ ചൈൽഡ് പറ്റിക്കപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മൾ പറ്റിച്ചതോ ആയ എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ എന്റെ തറവാടിന്റെ അടുത്തൊരു കോഫി മരം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കസിൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് മറ്റേ ഉറുമ്പുണ്ടാവുമല്ലോ, ആ മരത്തിൽ നിറയെ ഉറുമ്പുണ്ടാവും. അപ്പൊ കസിൻസിന്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് ഈ ഉറുമ്പിൽ വൈറ്റമിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കണ പോലെ കാണിച്ച് ഞാൻ തിരിഞ്ഞിട്ട് വെള്ളസാരി കൊടുത്ത് അപ്പൊ ഞാൻ കാണിക്കാതെ പക്ഷെ അവരെ കഴിക്കും ചെയ്യും. അങ്ങനെ നമ്മൾ കസിൻസ് ഒക്കെ കഴിക്കും ഉറുമ്പിനെ. രണ്ടുപേരെ നമ്മളെപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരെ പറ്റിക്കാൻ അവരൊക്കെ ഇപ്പൊ അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും സ്റ്റോറി ആർക്കെങ്കിലും Basically, അല്ല സ്റ്റോറി സബ്ജക്റ്റിലോ അല്ല, നമ്മൾ ഈ പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളായിട്ട് പറ്റിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ഈ മിറാഷ് പോലെ അതുപോലെ എന്തെങ്കിലും. അത് എന്റെ റിയൽ ലൈഫ്. എന്റെ ചെറുപ്പത്തിൽ അത്യാവശ്യം നല്ല കുറുമ്പായിരുന്നു. അപ്പൊ മദർ ഇതുപോലെ വീട് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഈ നെൽകൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഉണക്കിയിട്ട് ആ കച്ചി എന്ന് പറയും, നെല്ല് നമ്മുടെ കച്ചി നെല്ല് പറഞ്ഞ അതിന്റെ ഇതെടുത്ത് മുകളിലാണ് വെക്കുന്നത്. അതിനൊരു തട്ടൊക്കെ ഉണ്ട്, ഫുൾ ഓടിട്ട്. അപ്പൊ അമ്മച്ചി അവിടെ വന്ന് പണിക്കാരോടെല്ലാം പറഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു മഞ്ഞച്ചേരാന്ന് പറഞ്ഞ ഇരകളിലൊക്കെ ഉള്ളതാണ്. അതിന് പക്ഷെ സൈസ് വലുതായിരിക്കും. അതിങ്ങനെ അതിന്റെ ആ ഒരു ഉത്തരത്തെ ഇങ്ങനെ തൂങ്ങിയിട്ട് ഇങ്ങനെ അമ്മച്ചിനെ നോക്കി ഇങ്ങനെ നോക്കിയുണ്ടപ്പം അമ്മച്ചിക്ക് പാമ്പിനെ പേടിയൊക്കെ കൊള്ളിത്. TV കണ്ടാൽ പോലും ഇങ്ങനെ എഴുതുന്ന കാണുമ്പോൾ ഏതാണ്ട് പോലെ അമ്മച്ചി അവിടുന്ന് കാറി ഒറ്റ ഓട്ടം ഓടിയിട്ട്. പക്ഷെ അത് എനിക്ക് ഇന്നേ ഒരു ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണത്. കാറി അവിടുന്ന് ഓടി ബെഡ്റൂമിൽ ചെന്നിട്ട് ബോധം കെട്ട് വീണു. എനിക്ക് അതിന്റെ ഒരു പ്രോസസ് എന്താന്ന് മനസ്സിലായിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം കൂടി വന്ന് വെള്ളമൊക്കെ തെളിപ്പിച്ച് എല്ലാം റെഡിയാക്കി വന്ന് അമ്മച്ചി വന്ന് സ്വസ്ഥമായിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പം അടുക്കളയിൽ ഇവിടുന്ന് ഒരു ഡൈനിങ് റൂമിൽ നിന്നൊരു ഡോറുണ്ട്. ആ ഡോറ് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെയർ, ഇത് കഴിഞ്ഞ പിന്നെ സ്ലാബാ, കിച്ചന്റെ സ്ലാബാ. എന്നിട്ട് അത് നേരെ ഡോറ് പുറത്തേക്ക് പോകുന്നത് മുറ്റത്തേക്കാണ്, പുറയിലത്തെ മുറ്റത്തേക്കാണ്. അമ്മച്ചി അവിടെ ഇരുന്ന് അതിന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എന്റെ അവിടെ നിന്ന് ഒരു ബെൽറ്റൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഡോറിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പൊളച്ച് വെച്ച് അമ്മച്ചി ദേ പാമ്പെന്ന് പറഞ്ഞു. ദേ പിന്നെ ആള് പോയി. നെക്സ്റ്റ് ഘട്ട ഒരു ചേസാണ്. ഞാൻ റബ്ബർ തോട്ടത്തിൽ കൊടുത്തു, എന്റെ പുറകെ വാദിയും കൊണ്ട് കൊടുത്തു. ഞാൻ ഒരു മാടി ചാടുമ്പോ പുള്ളി 2 മാടി ചാടി അടിച്ചടിച്ചടിച്ചതിനെ പറപ്പിച്ചു. അപ്പൊ ഇങ്ങനത്തെ കുറുമ്പൊക്കെ ഉണ്ട്. പിന്നെ ഒളിച്ചോടുക, അങ്ങനത്തെ ഒത്തിരി അഭ്യാസങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്ര ഇൻട്രസ്റ്റിംഗ് എന്റെ അമ്മൂമ്മ പണ്ടൊരു കാര്യം ചെയ്യായിരുന്നു. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇത്ര എഫേർട്ട് ഇട്ട് ഞങ്ങളെയൊക്കെ പറ്റിക്കാൻ. അമ്മൂമ്മ മുത്തശ്ശന്റെ ഷർട്ടും പാന്റും എല്ലാം ഇട്ടിട്ട് മുടിയൊക്കെ മടക്കി വെച്ച് ഒരു തൊപ്പിയും വെച്ച് കൺമശി കൊണ്ട് താടിയെല്ലാം വരച്ചിട്ട് ബാക്കിൽ കൂടെ ഇറങ്ങി ഫ്രണ്ടിലേക്ക് വന്ന് ബെല്ലെടുത്തിട്ട് ബ്രദറാന്ന് പറഞ്ഞിട്ട് വരും. ഞങ്ങളൊക്കെ അത് വിശ്വസിച്ച് കൊറേ ചെറുപ്പത്തില് ഇത് എന്തിനാ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും എന്തിനായിരുന്നു ഈ ഒരു അഭ്യാസം മൊത്തത്തിൽ കാണിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്മൂമ്മ പക്ഷെ എടുക്കുന്ന എഫേർട്ട് ഉണ്ട്. ഫുൾ മേക്ക് ഓവർ ആണ്, ഫുൾ മേക്ക് ഓവർ വിത്ത് കണ്ണാടി തൊപ്പി കൺമഷി ഇട്ട് ബുൾഗാനെല്ലാം വരച്ചിട്ട്. എനിക്ക് പക്ഷെ ഫിഗർ ഇപ്പോഴും നല്ല ഭയങ്കര ഓറാമ്പുമ്പോ അവിടെ വന്നിങ്ങനെ അപ്പൊ ഭയങ്കര രസമായിരുന്നു. അത് ഒരു പീരീഡ് ഞാനത് മനസ്സിൽ വിചാരിച്ചു. ഇപ്പൊ അമ്മൂമ്മ ഭയങ്കര ആക്റ്റീവ്, അമ്മൂമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് നോക്കുമ്പോ ഇതൊരിക്കലും ഭയങ്കര ഒരു എനിക്ക് ഒരുപാട് ചൈൽഡ്ഹുഡ് ഞാൻ ഇവിടെ നാട്ടിലായിരുന്നില്ല, പുറത്തായിരുന്നു. അപ്പൊ നമ്മള് വെക്കേഷന് വരുമ്പോഴാണ് ഈ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ
എനിക്ക് മറക്കാത്തൊരു ഇമേജ് ആണ് എന്റെ ചൈൽഡ്ഹുഡിൽ. ഞാൻ ഇത് എപ്പോഴും കാണാം. അപ്പൊ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആ ഫിഗർ. ആ അമ്മൂമ്മ ഇങ്ങനെ വന്ന ഒരു ഫോട്ടോയും ഉണ്ട്. ആക്ച്വലി അങ്കിൾ ആരോ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അമ്മമ്മ ഉണ്ടോ ഇപ്പൊ? ഓക്കെ. മിറാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറ്റിക്കപ്പെടൽ അല്ലാതെ മങ്ങൽ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. സോ ഇൻ കേസ് ആരെങ്കിലും ഒരാൾക്ക് ഇപ്പൊ കണ്ണ് കാണാതെ ആവണ ഒരു പോയിന്റിൽ എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കാണാൻ ആഗ്രഹിക്കുന്ന വിഷ്വൽ എന്തായിരിക്കും? ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആക്ച്വലി എന്റെ കണ്ണിന് എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്. എനിക്ക് കണ്ണാടി വെക്കണം. ഞാൻ സിനിമ കാണുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ണാടി ഉപയോഗിക്കണം. അപ്പൊ പല പ്രാവശ്യം നമ്മൾ ഈ ലാസ്റ്റിക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കും. അത് ചെയ്യാൻ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യും. ഞാൻ ലാസ്റ്റ് പറ്റൂല എന്ന് പറഞ്ഞ് പേടിച്ച് മാറും. കാര്യം എനിക്ക് ഇങ്ങനെ ഒരു ഫിയർ ഉണ്ട്. ഇൻ കേസ് ഇപ്പൊ ചെയ്ത് കൊറേ പേര് പറയണ ഞാനിത് ഈ പറഞ്ഞ കാര്യം ഞാന് പണ്ട് നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ എനിക്കൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും, എന്തോ കഷ്ടപ്പെട്ടപ്പോ ഞാൻ ഈ കഥ എന്താ ഇക്കാന്ന് നോക്കിയപ്പോ ഞാൻ ഒരാൾ ഇങ്ങനെ നോക്കുന്നത്. ഞാൻ ശരി ഇവരെ രണ്ടുപേർക്കും. അപ്പൊ ഞാൻ ഈയിടയ്ക്കാണ് ഞാനൊരു ഡിസിഷൻ എടുത്തത്. കുറെ നാള് മുന്നേ ചെയ്യാന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിലും ഭയങ്കര പേടിയായിരുന്നു. എന്താ ചെയ്യാ, ഇങ്ങനെ കണ്ണല്ലേ. അപ്പൊ ഭയങ്കര പേടിയതാണ്. ഇത് ഇത്ര ഭയങ്കര സക്സസ് റേറ്റ് ഉണ്ട് ഈ സർജറിക്ക്. ഇത് ഡെയിലി 10 ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഒരാൾ വന്നിട്ട് അയ്യോ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പറ്റുന്നത്, സോറി എന്ന് പറഞ്ഞാൽ കാലക്കേടാണ് തേങ്ങാ മതി. അപ്പൊ ഞാനിങ്ങനെ ഈയിടയ്ക്ക് ഞാൻ ഇക്കാരുടെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ ലാസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, വരുന്നുണ്ടോ ചെയ്യാനായിട്ടെന്ന്. അപ്പൊ പറഞ്ഞു നീ ആദ്യം ചെയ്തിട്ടോ എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പക്ഷെ ദൈവം സഹായിച്ചിട്ട് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. നല്ല നന്നായി കണ്ണ് കാണാം. അത് ഭയങ്കര ഒരു ആശ്വാസമാണ്. 2ാം ക്ലാസ് തൊട്ട് ഞാനത് ചെയ്ത് ഇത്ര സമയമുള്ളൂ ഇത്രയുള്ളൂ ഞാൻ സീരിയസ് അല്ല ആക്ച്വലി ഭയങ്കര അത് കണ്ണാടി വെച്ചുകൊണ്ട് നടക്കുന്ന വലിയ ടെക്നോളജിയുടെ ഭയങ്കര ഒരു അത്ഭുതമാണ് നമുക്കിത് ചെയ്യാന്നുള്ളത്. അപ്പൊ പിന്നെ പെട്ടെന്ന് ചെയ്യണത് കൂടുതൽ അതിന് പക്ഷെ റെസ്റ്റ് ഒക്കെ കുറെ ദിവസം അങ്ങനെ 7 ദിവസം റെസ്റ്റ്. പക്ഷെ നമുക്ക് ഭയങ്കര പരസ്യമായി. അല്ല ഞാൻ വേറൊന്നും അന്ന് വൈകിട്ട് എന്റെ അങ്ങനെ പോയിരുന്നെങ്കിൽ ആരെ കാണാനായിരുന്നു ആഗ്രഹം? ഒരു വിഷ്വൽ അങ്ങനെ എനിക്ക് മഞ്ഞ എനിക്ക് പോവാണെങ്കിൽ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് എന്താണ് കാണുന്നത് വെച്ചാൽ എന്റെ മക്കള്. ഓഫ് കോഴ്സ് ഇപ്പൊ നമ്മള് മങ്ങി പോകുന്ന കാര്യമാണല്ലോ പറഞ്ഞേ. ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ മങ്ങി പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റീസ് നമുക്കുണ്ടാവും ആളുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ ഒരിക്കലും മങ്ങി പോകരുത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. അതെന്തായിരിക്കും? ഞാൻ പറയാമെങ്കിൽ സ്നേഹം, പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള ആ ഒരു ക്വാളിറ്റി അത് പോകരുത്. കാരണം സൊസൈറ്റിയുടെ നിലനിൽപ്പിന് അത് ഭയങ്കര അത്യാവശ്യം. നമ്മുടെ ഒരു റിലീജിയസ് ഹാർമണി ഉണ്ടല്ലോ, അത് പറഞ്ഞ ക്വാളിറ്റി കൊണ്ട് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മളിപ്പോ പണ്ടത്തെ കാലത്താണ് ജാതി മതവും സംസാരിച്ചിരുന്നത് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഇപ്പോഴാണ് അതൊരു ഹോട്ട് ടോപ്പിക് ആയിട്ട് നിൽക്കുന്നത്. ആരും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഇപ്പൊ പക്ഷെ അത് ആവശ്യമില്ലാത്ത രീതിയിൽ വീണ്ടും ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് അതിനെപ്പറ്റി. അതായത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്ന പോലത്തെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ അത് മങ്ങിപ്പോയാൽ നന്നായിരിക്കും. ആ ടോപ്പിക്ക് മങ്ങി പോകണം. ആൾക്കാർക്ക് ക്വാളിറ്റി ബ്രൈറ്റ് ആയിട്ട് വരണം. ഓക്കെ. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ മക്കളെയാണ് ലാസ്റ്റ് കാണേണ്ടതെന്ന്. അപ്പൊ സാറിന് ഞാൻ അറിഞ്ഞത് സാറിന്റെ മക്കളും സാറിന് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, വൈഫ് കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ടെന്നല്ല. അപ്പൊ ഈ പ്രൊഫഷണൽ പേഴ്സണൽ ബൗണ്ടറി എങ്ങനെയാ സെറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല? അത് ഞാൻ മറുപടി പറയാം. നല്ല ഒരു കോസ്റ്റ്യൂമർ ഒരു ഡയറക്ടർ എങ്ങനെയാണോ ചീത്ത പറയണത് അങ്ങനെ തന്നെയാണ് ചീത്ത പറയുന്നത്. പ്രൊഡക്ഷൻ ചെയ്യുമ്പോ ലൈക് ഷൂട്ടിന്റെ ടൈമില് ഒരു മോള് പ്രൊഡക്ഷനിൽ ഒരു മോള് അസിസ്റ്റ് ചെയ്യാനും വരും. 2 പേർക്കും കിട്ടും, കിട്ടാനുള്ളതൊക്കെ കിട്ടും. അതിനകത്ത് വേറെ ഒന്നും ഇല്ല അവിടെ. അങ്ങനെ പാടുള്ളൂ. അത് ഞാനിപ്പോഴും ആദ്യമൊക്കെ ഇന്ത്യക്ക് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. ലൈഫ് ഓഫ് ജോസൂടിയുടെ സമയത്ത് ഇങ്ങനെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. അപ്പൊ അപ്പു ഉണ്ട്, പ്രണവ് മോഹൻലാൽ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു ചേച്ചി നമുക്ക് ജിത്തുചോനോട് പറയണ്ടേ, എന്നാ പോണ്ട ഇതൊന്നും അറിയൊന്നുമില്ല എന്നാ പോണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഞാനത് അറിഞ്ഞു, കണ്ടുപിടിച്ചപ്പോ ഞാൻ ചെന്നപ്പം അപ്പോഴാണ് അപ്പൊ പറഞ്ഞ ചേച്ചി പറഞ്ഞത് പറയണ്ടെന്ന് പറഞ്ഞു. എനിക്കപ്പോ നല്ല ദേഷ്യം വന്നു. ഞാൻ എടുത്തിട്ട് കൊടുത്തു. അപ്പൊ പുള്ളിക്ക് ഭയങ്കര സങ്കടമൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ലിൻഡ എനിക്കത് ഒരിക്കലും അങ്ങനെ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യാലിറ്റി എനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല. ഞാൻ അപ്പൊ പിന്നെ എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനുള്ള വോയിസ് പോകും. ഞാൻ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ ഇച്ചിരി ഡോസ് കൂട്ടിയായിരിക്കും നിന്നോട് പറയുന്നത്. കാരണം സോ ദാറ്റ് അവർക്ക് മനസ്സിലാവും സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും പുള്ളി ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ ഞങ്ങളോട് എന്നാ മനസ്സിലാവും. അത് പിന്നെ പിള്ളേരോടാണേലും അത്
വർക്ക് റിലേറ്റഡ് കാര്യത്തിൽ അത് അങ്ങനെ ആയിരിക്കണം, Okay. എന്നാലേ അത് കാര്യമുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ അടുക്കുന്നോറും മങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയല്ലോ, ഇപ്പൊ ലൈഫിലാണെങ്കിലും റിലേഷൻഷിപ്സിലാണെങ്കിലും നമുക്ക് വരുന്ന ഇപ്പൊ ഒരു പുതിയ സാധനം കിട്ടുകയാണെങ്കിൽ പതുക്കെ അത് മങ്ങിക്കൊണ്ടിരിക്കുന്നു പറയും. പക്ഷെ സിനിമ അല്ലെങ്കിൽ കലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആളുകൾ ഞാൻ എപ്പോഴും എക്സ്ട്രാ ക്രേവിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ആസിഫൊക്കെ ഒരുപാട് വർഷമായി ഇൻഡസ്ട്രിയിൽ, സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ടെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയണതാണ്. സോ ആസിഫിക്ക ഇപ്പൊ സിനിമയിൽ മനസ്സിലാക്കുന്ന ഒരു മാജിക് എന്താ, അല്ലെങ്കിൽ സിനിമയ്ക്ക് ഇങ്ങനെ മങ്ങാതെ നിൽക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവാനുള്ള ഒരു റീസൺ ആയിട്ട് തോന്നുന്നത് എന്തായിരിക്കും? നീതു പറഞ്ഞ പോലെ ആളുകൾക്ക് എത്ര സിനിമ കണ്ടാലും പുതിയ സിനിമ ഇറങ്ങുമ്പോൾ അത് കാണണം എന്നുള്ള ആവേശം ഉണ്ടാവുമല്ലോ. നമുക്ക് ഓരോ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു, അതിന്റെ ഫസ്റ്റ് ലുക്കിന് വേണ്ടി കാത്തിരിക്കുന്നു, ട്രെയിലേഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പം എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഞാൻ പറയാം, F1 റിലീസ് ആയപ്പോ എനിക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ക്രീനിൽ, ഏറ്റവും നല്ല പ്രൊജക്ഷനിൽ, ഏറ്റവും നല്ല സൗണ്ടിലും കാണണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാലിക്കറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് രാത്രി ലൈക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ടലിലേക്ക് പോകുമ്പോ പെട്ടെന്ന് എന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നാളെ ഷൂട്ട് ഉണ്ടാവില്ല, അവര് വേറൊരു പോർഷൻ ആണ്, കാര്യം ഭയങ്കര മഴയാണ്, അപ്പൊ ഔട്ട്ഡോർ ഷൂട്ട് നടക്കൂല, അപ്പൊ ഒന്ന് ഷഫിൾ ആയിട്ടുണ്ട്, നാളെ ആസ് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നാളെ രാത്രി ഒന്നും എനിക്ക് ഷൂട്ട് ഉണ്ടാവില്ല. ഞാൻ ആ നേരെ ഹോട്ടലിൽ പോയി ഞാൻ എന്റെ ബാഗ് പാക്ക് ചെയ്തിട്ട് കാലിക്കറ്റിൽ നിന്ന് കോയമ്പത്തൂർ ഓടിച്ചു. കോയമ്പത്തൂർ ദർ ഈസ് വൺ ഐമാക്സ്, അവിടെ ഞാൻ കണ്ടതിൽ ഈ സൗത്ത് ഇന്ത്യയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രീൻ ആണ് അത്. അപ്പൊ എനിക്കിത് അവിടെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എപ്പോ നടക്കും, ഇനി അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമെന്നൊന്നും അറിയില്ല. ഞാൻ കോഴിക്കോട് നിന്ന് രാത്രി വണ്ടി ഓടിച്ച് കോയമ്പത്തൂർ പോയി, കോയമ്പത്തൂർ റൂം എടുത്ത് താമസിച്ചിട്ട് രാവിലെ സിനിമ കണ്ടിട്ട് തിരിച്ച് കോഴിക്കോട്ടേക്ക് ഡ്രൈവ് ചെയ്തു വന്നു. ആ എക്സൈറ്റ്മെന്റ് ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇൻസിഡന്റ് പറയുന്നതാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് സിനിമയോടുള്ള ഒരു ഇഷ്ടം അത് പലർക്കും പല രീതിയിലായിരിക്കും. ഇപ്പൊ ഞാൻ കോയമ്പത്തൂർ ഒരു രാത്രി ഓടിച്ചു പോയെന്ന് പറയുമ്പോൾ പല ആൾക്കാർ നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കണവരുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു മാജിക് ഉണ്ട് അല്ലെ, അതുകൊണ്ടായിരിക്കും നമ്മളോടൊക്കെ ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നതും നമ്മളെ കാണുമ്പോൾ ആളുകൾ ഫോട്ടോ എടുക്കണം എന്നോ അല്ലെങ്കിൽ കുറച്ചു നേരം സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ആ സിനിമയുടെ മാജിക് കൊണ്ടാണ്. ഇപ്പൊ സാറെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ മൂവീസ് പലപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകളുടെ സ്ട്രെങ്ത്തും വൾണറബിലിറ്റിയും ഈക്വലി ഒരു ക്യാരക്ടറിൽ കാണിക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ ചിലപ്പോൾ കാറ്റഗറൈസ് ചെയ്യല്ലോ, ലൈക്ക് സ്ത്രീ ഇത്രയും ഇവര് സ്ട്രോങ് ഫീമെയിൽ ആണ് അല്ലെങ്കിൽ ഇവരൊരു വീക്ക് ഫീമെയിൽ ആണ്. പക്ഷെ സാറിന്റെ പല ക്യാരക്ടേഴ്സും ഇപ്പൊ ആശാ മാം ചെയ്തിട്ടുള്ള ദൃശ്യത്തില് ഭയങ്കര സ്ട്രോങ് ആയി നിന്നിട്ട് പെട്ടെന്ന് ഒരു പോയിന്റിൽ ഷീസ് ലൂസിങ് ഇറ്റ്. അതേപോലെ മീന മാം ചെയ്തത് ഭയങ്കര നോർമൽ ഒരു സട്ടിൽ ലേഡി ആയി നിന്നിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ അവിടെ എടുക്കുന്നുണ്ട്. മൈ ബോസിലെ മമത ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ അതിന്റെ ഭയങ്കര ഒരു വൾണറബിൾ സൈഡ് സാർ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയാം ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാ, ലേഡീസ് ആർ കോംപ്ലിക്കേറ്റഡ്, പക്ഷെ യു ആർ ഡൂയിങ് ഇറ്റ് സോ ഈസിലി. അതെങ്ങനെയാണ്? 3 പേരാ വീട്ടില്, 3 പെൺപിള്ളേരുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി ഇന്ററാക്ട് ചെയ്യും, ഒത്തിരി ആൾക്കാരുമായിട്ട് സംസാരിക്കുമായിരുന്നു, പ്രത്യേകിച്ചും പണ്ടും. അതിനകത്ത് കസിൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി. അപ്പൊ ഇവരോടൊക്കെ സംസാരിക്കുമ്പോ അന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇവരുടെ ഞാൻ മമ്മിയന്നി എന്ന് പറയുന്ന സിനിമയുടെ തോട്ട് തന്നെ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വന്നതാണ്. അമ്മയും മകളും തമ്മിലുള്ള ഇതിനകത്ത് ഈ അമ്മമാർക്ക് ഇത് ശരിക്കും ആ വഴക്ക് തമാശ, എല്ലാവർക്കും പുറമേ നിന്ന് കാണുന്നവർക്കും മകൾക്കും തമാശ, അമ്മയ്ക്ക് അത് തമാശല്ല. അത് ഞാനൊരു കോൺവെർസേഷനിനകത്തുനിന്നാണ് കിട്ടിയത്. അമ്മയ്ക്ക് ഉള്ളിൽ പെയിൻ ഉണ്ട് മകളെങ്ങനെ സംസാരിക്കും. അത് വെച്ചിട്ടാണ് ഞാൻ മമ്മിയന്നി എന്ന സിനിമ ചെയ്തത്. അപ്പൊ എനിക്ക് പറഞ്ഞ വീട്ടില് പിന്നെ ഈ 3 ഓഡ് മാൻ ഔട്ട് എന്ന് പറയുന്നത്. അപ്പം വീട്ടില് പിന്നെ അവരുടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇവരുടെ മൂഡ് സിങ്സ്, പിള്ളേർക്ക് ഉണ്ടാകുന്ന മൂഡ് സിങ്സ്, പ്രത്യേകിച്ചും PMS എന്ന് പറയും. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഒരു രക്ഷയില്ല, അങ്ങോട്ട് ഡാഡി ഞാൻ PMS ഡാഡി ഇങ്ങനെ. അപ്പൊ സാറേ ഞാൻ ഇത് ഇല്ലാത്തൊരു സമയം അപ്പൊ ആദ്യമൊന്നും ഇത് എന്താന്ന് എനിക്ക് ഇതൊക്കെ വലിയ കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം ഇപ്പം ഇതിനകത്തെ അബി എന്ന് പറയുന്ന ക്യാരക്ടറും സ്ട്രോങ് ആണ്. അത് നിങ്ങൾ സിനിമ കാണാൻ പറയാം, അങ്ങനത്തെ ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. കാരണം ഒരു പ്രശ്നം ഉണ്ടായപ്പോ അതിനെ തിരിച്ച് പേടിച്ചു പോകാതെ അതിനെ ഫൈറ്റ് ചെയ്ത് ചെല്ലുകയാണ് അങ്ങോട്ട്. ഇപ്പൊ അപർണ ഇതേപോലെ ചെയ്ത ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് സുര റിപ്പോർട്ടറിൽ. ആ ലേഡി എന്ന് പറഞ്ഞാൽ എപ്പിറ്റം ഓഫ് കോൺഫിഡൻസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ ഇന്റേണലി നമ്മൾ ഇവോൾവ് ആയിട്ടുണ്ടാവും. നമ്മൾ വരുന്ന ഒരു സമൂഹത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറെ ഇവോൾവ് ആയിട്ടുണ്ടാവും. എങ്ങനെയൊക്കെയാണ് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അപർണയുടെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും സന്തോഷമായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ആ ക്യാരക്ടർ കൊടുത്ത കോൺഫിഡൻസ് ആണ്. ഇപ്പൊ നമ്മൾ പലരും ഇപ്പൊ അത് ആരാണെങ്കിലും നമുക്കൊരു ഇപ്പൊ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാൻ ഒരു ഭയങ്കര ഒരു പേടി അല്ലെങ്കിൽ എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ കിട്ടില്ല, എല്ലാവർക്കും ആ ഒരു പ്രിവിലേജ് ഉണ്ടാവില്ല. അങ്ങനെ
അതില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ സിനിമയുടെ ആ ക്യാരക്ടർ അവർക്കൊക്കെ കൊടുത്ത ഒരുപാട് മെസ്സേജ് എനിക്ക് അത് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേഡീസ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി എന്ന് പറഞ്ഞിട്ട്, അത് ഡെഫിനറ്റ്ലി സുധാ മാം ആണ് എൻറ്റയർ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തെടുത്തതും ശാലിനിയും. അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ക്യാരക്ടറിന് ഇത്രയും ഭയങ്കര ഓർഗാനിക്കലി ആണ് ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തെടുത്തത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനത്തെ ഒരാളെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് അങ്ങനെ ഒരു സിനിമയിൽ. ഐ വാസ് വെരി ഹാപ്പി ടു ഡു ദാറ്റ്. ആൻഡ് എനിക്ക് ഇന്റേണലി സത്യം പറഞ്ഞാൽ ആ സിനിമ തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. അതായത് മധുരൈ സ്ലാങ് ആദ്യം തൊട്ട് പഠിച്ച് സൂര്യ സാറിനെ പോലത്തെ ഒരു ആക്ടറിന്റെ ഓപ്പോസിറ്റ് പോയി നിന്ന് പെർഫോം ചെയ്യുമ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മീറ്റിംഗ് ആയിരുന്നു എനിക്ക് ഭയങ്കര, എന്റെ കൈയൊക്കെ വിറക്കായിരുന്നു. പക്ഷെ ആ ഡയലോഗ്സും എല്ലാം എനിക്ക് ആ കിട്ടിയ ട്രെയിനിങ്ങും എല്ലാത്തിനും കിട്ടിയ കോൺഫിഡൻസിൽ എനിക്ക് ഭയങ്കര കുറേം കൂടി ഈസി ആയിട്ട് അത് പെർഫോം ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ എനിക്ക് എങ്ങനെയാണോ വന്നത് അത് തന്നെയാണ്. ഇപ്പൊ അപർണ അസിഫിക്ക കോംബോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോംബോ ആണ്. ഇപ്പൊ സൺഡേ ഹോളിഡേ ആണെങ്കിലും കിഷ്കിന്താകാണ്ടാണെങ്കിലും മിറാഷ് എന്ന മൂവിയിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ആ കോംബോ വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഞങ്ങൾ എന്താണ് അതിൽ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പം ഈ ടിപ്പിക്കലി കാണുന്ന പോലെ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മീറ്റ് അങ്ങനത്തെ ഒരു ഇതല്ല. ഇതിപ്പം ഈ പറഞ്ഞ മാതിരി എന്റെ ക്യാരക്ടർ അഭിരാമി എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. നമ്മളെ ഓഫീസിൽ എന്റെ കൊലീഗായിട്ടുള്ള ആൾ ഹക്കീം ചേട്ടനും ഹന്നയുടെ ക്യാരക്ടേഴ്സ്. അപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ചേട്ടനാണല്ലേ, ഞാൻ കുഞ്ഞെന്നൊക്കെ വിളിക്കണായിട്ട് വിചാരിച്ച എല്ലാരെക്കാളും അത് സ്വയം അടിച്ചേൽപ്പിച്ച ഒരു കാര്യമാണ്. അത് നമ്മളാരും സമ്മതിച്ചിട്ടില്ല. ഇക്കാന്ന് വിളിക്കും, രണ്ടുപേരും വിളിക്കോ ചേട്ടൻ പറഞ്ഞ ഇക്കാരിക്കോളൂ. അപ്പൊ നമ്മള് ആ ഓഫീസില് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് ഇക്കയുടെ ക്യാരക്ടർ ഒരു ജേർണലിസ്റ്റിന്റെ ക്യാരക്ടർ അല്ല ഈ ചേട്ടൻ എന്നാ വിളിക്കുന്നേ, അത് ചേട്ടൻ നിക്ക അല്ല അങ്ങനെ അതാണ് ബേസിക്കലി. അപ്പം നമ്മൾ ടിപ്പിക്കലി കാണുന്ന പോലെ ഇപ്പൊ ഈ സൺഡേ ഹോളിഡേയിലാണെങ്കിലും കിഷ്കിന്താകാണ്ഡത്തിലാണെങ്കിലും അങ്ങനത്തെ ഒരു ഓപ്പണിംഗ് അല്ല നമ്മുടെ ആ ഒരു കോമ്പിനേഷനിൽ വരുന്നത്. ഈ സിനിമയിൽ വരുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഇപ്പൊ ഹക്കീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാറിന്റെ കോള് ഫസ്റ്റ് വന്നപ്പോ തൊട്ട് നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ആവുള്ളൂ ക്യാരക്ടറിനെ പറ്റി അറിയുമ്പോൾ. അങ്ങനെ ഹക്കീം എടുത്തിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്താ ഈ സിനിമയിലെ ക്യാരക്ടറിന് വേണ്ടിയിട്ട്? എനിക്ക് ആദ്യം സ്ക്രിപ്റ്റ് കിട്ടിയായിരുന്നു. അപ്പൊ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നമ്മൾ ചെറിയ പ്രിപ്പറേഷൻ പരിപാടി ബാത്റൂമിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ഇടയ്ക്ക് ഫ്രീ ആയിട്ടൊരു 10 ദിവസം കിട്ടി. അത് ഞാൻ ചോദിക്കാനിരിക്കുന്നുണ്ട്. അത് അല്ല, ജിത്തു സാറിന്റെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ ഒരു പേടി, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവൂല്ലോ ഇത്ര വലിയൊരു ഡയറക്ടറിന്റെ കൂടെ എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല, ഭയങ്കര പാവം ചിൽ മനുഷ്യനാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എന്താ ആർട്ടിസ്റ്റിനെ ഭയങ്കരമായിട്ട് എന്താ സപ്പോർട്ട് ചെയ്യുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്ന, വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു നല്ലൊരു മനുഷ്യനാണ് പുള്ളി. കാരണം വെച്ചാൽ ഞാൻ ആയിട്ട് ഈ ലൊക്കേഷനിൽ ഒരു 10 ദിവസത്തോളം ഷൂട്ടിങ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പറയാൻ. അപ്പോൾ എനിക്ക് തലേന്നാണ് ബാത്റൂമിൽ വെച്ച് കാല് സ്ലിപ്പായി ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം പറയാതെ ഞാനൊരു ദിവസം ഇത് വെച്ചുകൊണ്ട് നടന്നൊക്കെ നോക്കിയപ്പോഴും എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോൾ ജിത്തു സാറിനോട് പറഞ്ഞു പോയി ഹോസ്പിറ്റലിൽ കാണിക്കുന്ന പറഞ്ഞു, പോയി കാണിച്ചു, ഫ്രാക്ചർ ഉണ്ട്, നടക്കാൻ പാടില്ല, ഇനി ഒരു 14 ദിവസത്തേക്കെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പറയാൻ മടി, കാരണം എല്ലാവരുടെയും എല്ലാവരുടെയും ഡേറ്റും കാര്യങ്ങളും ആസിഫ്ക്ക് അതിൻ്റെ ടിക്കറ്റൊക്കെ ജോയിൻ ചെയ്യണം, അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ട് നിൽക്കുന്ന സമയം. പറഞ്ഞില്ല കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, ഇനി ഓക്കെ ആയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം, വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ പറയാം. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ആശ്വാസമല്ലേ. നീ എന്താ ചെയ്ത, നീ കാരണം ഇത്ര ദിവസം ഷൂട്ട് ആ ഒരു പരിപാടിയൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്താണെങ്കിലും ഫുള്ള് ലൈറ്റപ്പ് കഴിഞ്ഞ് എല്ലാവരെയും പുറത്തിറക്കി ഇന്റീരിയർ ഒക്കെ എടുക്കുന്ന, ആകെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരും ഒരു ഫോക്കസ് പുള്ളർ അങ്ങനെ 4-5 പേരേ ഉണ്ടാവുള്ളൂ. ഭയങ്കര പീസ്ഫുൾ പരിപാടിയാണ് ഷൂട്ടും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ജിത്തു സാറിൻ്റെ ഇത് കിട്ടിയ എക്സ്പീരിയൻസ്. എനിവേസ്, മിറാഷ് എന്നുള്ള മൂവി ഇറങ്ങാൻ പോവാണ്. നമുക്ക് ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ കൊണ്ടുവരുന്ന ഡയറക്ടർ, അതിന്റെ കൂടെ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പെയർ ആൻഡ് ഹക്കീം എന്ന ആക്ടർ. സോ വി ആർ സോ ഹാപ്പി ടു റിസീവ് യുവർ മൂവി. അടുത്തൊരു ഹിറ്റും കൂടെ ആസിഫിക്കും ജിത്തു സാറിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today. Thank you.